സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് സീരീസ് എന്ന് പറയുന്നത് ഒരു പവർ യൂസേഴ്സ് അല്ലെങ്കിൽ ഹെവി യൂസേഴ്സിന് വേണ്ടി ടാർഗറ്റ് ചെയ്തേക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് തന്നെ ഈ ഫോണിന് ഏറ്റവും വരേണ്ട അത്യാവശ്യം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടണം, അതുപോലെ തന്നെ നല്ല ബാറ്ററി ലൈഫും, അങ്ങനെ എല്ലാം കൂടെ ഒരു ഫീച്ചർ പാക്ഡ് ആയിട്ടൊരു ഫോൺ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ തന്നെയാണ് നോട്ട് സീരീസ് എപ്പോഴും ആയിട്ടുള്ളത്. പക്ഷേ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ കൂടെ വലിയൊരു പ്രൈസ് ടാഗും വരും. അത് നമ്മളെല്ലാ നോട്ട് സീരീസിലും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കാം സാംസങ് വില കുറഞ്ഞൊരു നോട്ട് ഫോൺ ഇറക്കിയത്. അതെന്ന് പറയുന്നത് ഗാലക്സി നോട്ട് 10 ലൈറ്റ് ആണ്. ഈ നോട്ട് 10 ലൈറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് 5 മാസത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ ഫോൺ ഇപ്പോൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ ഫോൺ എടുക്കണോ വേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ. അതിന് തന്നെ ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള നോട്ട് സീരീസിൽ നിന്ന് കുറച്ച് മാറ്റമുള്ളൊരു ഡിസൈനാണ്. കാരണം നോട്ട് സീരീസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബോക്സി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ കുറച്ചുകൂടെ ഷാർപ്പായ എഡ്ജസ് ആണ് സൈഡിലൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കർവ്ഡ് ആയ ഒരു സർഫസ് ആണ് മൊത്തത്തിൽ. അപ്പോൾ ഫോൺ കാണുമ്പോൾ തന്നെ ഗ്ലാസ് സ്റ്റിക് എന്നാണ്, പക്ഷേ ഇത് ശരിക്കും പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബാക്ക് ആകുമ്പോഴത്തേക്കും അതിന് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ആവാൻ നേരത്ത് നല്ല രീതിയിൽ തന്നെ മോശമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അല്ലാതെ പറയാൻ നേരത്ത് ഇത് പ്ലാസ്റ്റിക് ആയിട്ട് തോന്നും നമ്മൾ തുടങ്ങുമ്പോൾ. പക്ഷേ എന്നാലും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ ഫോണിൻ്റെ സൈഡ് റെയിൽ എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, പ്ലാസ്റ്റിക് അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അവിടെ മെറ്റൽ ഉപയോഗിച്ചേക്കാണ്, അലുമിനിയം ആണ്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ പിടിക്കാൻ നേരത്ത് ഒരു പ്രീമിയം ഫോൺ പിടിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. അത് മാത്രമല്ല ഫോണിന് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഈ സൈഡെല്ലാം കർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഫോൺ കറക്റ്റായിട്ട് തന്നെ കയ്യിലിരിക്കുകയും ചെയ്യും. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബട്ടൺസിനകത്ത് ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഈ 5 മാസത്തിൽ ഉപയോഗിച്ചതിന് ശേഷം ഈ ബട്ടൺസ് ഇപ്പോഴും ആദ്യം എങ്ങനെയാണോ അതേ കണക്ക് തന്നെ ടാക്ടൈൽ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു കംപ്ലയിൻറ്റ് പറയാനില്ല. പിന്നെ പോർട്സിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് USB-C ആണ്. പിന്നെ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് ഉള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കാൻ നേരത്ത് വളരെ നല്ലൊരു കാര്യമാണ്. അത് മാത്രമല്ല ഈ ചാർജിങ് ബോർഡിനകത്തും കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസിനെ പറ്റിയാണ്. ഇവിടെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാതാണ് ഈ ഫോൺ ഉപയോഗിച്ചത്. എന്നിട്ട് പോലും ഈ ഗ്ലാസ്സിലധികം സ്ക്രാച്ചസ് ഒന്നുമില്ല, വളരെ ചെറിയ സ്ക്രാച്ചേ ഉള്ളൂ. അത് നമ്മൾ നോർമൽ ലൈറ്റിംഗ് കാണത്തില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ ഗ്ലാസ് നോക്കാൻ നേരത്ത്, അതായത് ക്യാമറ ലെൻസ് പ്രൊട്ടക്ഷൻ നോക്കാൻ നേരത്ത് ബിൽഡ് ക്വാളിറ്റിക്കകത്ത് എനിക്ക് ഒരു കംപ്ലയിൻറ്റും പറയാനില്ല. ഇത്രയും വലിയ ഫോൺ ആണെങ്കിൽ പോലും പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ സ്ഥലത്തും ഇരിക്കുന്നത്. അതായത് ഒരു സ്ഥലത്തും ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല ഫോണിന് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പേ പറഞ്ഞ പോലെ ഒരു പറ്റി നിങ്ങൾക്ക് ഒരു സംശയം കാണും. അപ്പോൾ പ്രൈസിൻ്റെ സംശയം നമുക്ക് ആദ്യമേ മാറ്റാം. ഇതിന് 2 വേരിയൻ്റാണ് ഈ ഫോണിന് വരുന്നത്. അതിനകത്ത് ബേസ് വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 38,000 റുപ്പീസും പിന്നെ ഉള്ള അടുത്ത വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 40,000 റുപ്പീസുമാണ് വരുന്നത്. രണ്ടിലും സ്റ്റോറേജ് ഓപ്ഷൻ സെയിം ആണ്, 128 GB സ്റ്റോറേജ് ആണ്. അപ്പോൾ ഈ പ്രൈസ് കാണുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കമ്പാരിസൺ പോകുന്നത് പറയുന്നത് OnePlusൻ്റെ 7T അല്ലെങ്കിൽ നമുക്ക് OnePlusൻ്റെ 8 ആയിട്ട് വേണമെങ്കിലും കമ്പയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ നേരത്ത് ഈ OnePlus 7T അല്ലെങ്കിൽ OnePlus 8 എന്നൊക്കെ പറയുമ്പോൾ നല്ല പെർഫോമൻസ് തരുന്നൊരു ഫോണാണ്. അതും ഇതൊരു നോട്ട് സീരീസ് ആവാൻ നേരത്ത് ഇതിലും നല്ല പെർഫോമൻസ് കിട്ടണം അല്ലേ? പക്ഷെ അങ്ങനെയല്ല. കാരണം സാംസങ് ഏറ്റവും വലിയ കോസ്റ്റ് കട്ടിങ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൊസറിനകത്താണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസർ തന്നെ മനസ്സിലാവണം ഇതിൻ്റെ പെർഫോമൻസ് കുറവായിരിക്കണം. അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല പെർഫോമൻസ് തരുന്നൊരു പ്രൊസറല്ല. പ്രത്യേകിച്ചും എക്സിനോസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ബാറ്ററി കൺസംഷൻ കൂടുതലെടുക്കും. അതല്ല ഇതിനകത്തുള്ള പ്രശ്നം. ടാസ്കിങ് മെനു ഒക്കെ എടുക്കാൻ നേരത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലൈറ്റായ ഒരു ആപ്പ് തുറക്കാൻ നേരത്തൊന്നും അത് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഗെയിംസ് എടുക്കാൻ നേരത്ത് ലോഡ് താല്പര്യമുണ്ട്. അതായത് ഒരു ഹെവി ഗെയിമർ ആണെങ്കിൽ ഒരിക്കലും ഈ ഫോണിനകത്ത് നിങ്ങൾ നോക്കരുത്. കാരണം വെച്ചാൽ ഗെയിമിങ്ങിന് പെർഫെക്റ്റ് ആയ ഫോണല്ല. പക്ഷേ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ, അതായത് നിങ്ങൾ ഒരുപാട് ഇമെയിൽസ് അയക്കും, അതുപോലെ തന്നെ നെറ്റ് ബ്രൗസിംഗ് കൂടുതലാണ്, പിന്നെ മെസ്സേജ് അയപ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രൊസർ തന്നെയാണ്. പക്ഷേ ഇത് ഒരു സാംസങ് നോട്ട് സീരീസ് ആക്കി മാറ്റാൻ വേണ്ടി ചെയ്ത ക്യാമറ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ ഉണ്ട്. അതായത് 1080p ഡിസ്പ്ലേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 300 ചെറിയ പിങ്കിഷ് ടോൺ വരുന്നുണ്ട്. അപ്പോൾ അത് ചില AMOLED ഡിസ്പ്ലേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ കംപ്ലയിൻ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തെടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ഈ ഡിസ്പ്ലേ നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നല്ല ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഔട്ട്ഡോർ യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. പിന്നെ ഇപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഇതൊരു ഹോൾ പഞ്ച് ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഹോൾ പഞ്ചിനകത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ബെസൽസ് എല്ലാം തീരെ കുറവാണ്. പിന്നെ ഈ ഡിസ്പ്ലേ വെച്ച് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ കാരണം ഈ ഡിസ്പ്ലേ വലുതായതുകൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടുമാണ്. ഇപ്പോൾ ഡിസ്പ്ലേ സൈഡിൽ ഒരു നോട്ട് സീരീസ് ആയതുകൊണ്ട് തന്നെ തിരക്കിലുള്ള സാംസങ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ S Pen തന്നിരിക്കുന്നത്. ഇപ്പോൾ നോട്ട് സീരീസ് ആകുമ്പോൾ S Pen വേണം, അതിവിടെ കിട്ടുന്നുണ്ട്. അതും ഇവിടെ വരുന്ന S Pen എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് 10 സീരീസിൽ കണ്ടുവരുന്ന S Pen പോലെ തന്നെയാണ്. അതായത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സീരീസിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു S Pen ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയുള്ള രീതിയിൽ സാംസങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാംസങ് വേറൊരു കാര്യം കൂടെ നല്ലോണം ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറയാണ്. ഇവിടുത്തെ ബാക്കി വരുന്നത് 3 ക്യാമറ പറയുന്നത് നമുക്കൊരു ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്. അതിൻ്റെ ആപ്പർച്ചർ f2.4 ആണ്. അതും ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. പിന്നെ അവസാനം ഉള്ളത് ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പക്ഷേ അതിൻ്റെ ആപ്പർച്ചർ എന്ന് പറയുന്നത് f2.2 ആണ്. അപ്പോൾ ഈ 3 നല്ല രീതിയിൽ തന്നെ ഡൈനാമിക് റേഞ്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പം രാത്രിയുള്ള ഷോട്ട്സ്, അല്ലെങ്കിൽ ഇരുട്ടത്തിരിക്കുന്ന ഒരു ഷോട്ട്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നൈറ്റ് മോഡ് ഉള്ളത് നല്ല രീതിയിൽ വർക്ക് ആവും. കുറച്ചും കൂടെ നേരം സ്റ്റഡി ആയിട്ട് പിടിക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ എന്നാലും നല്ല നൈറ്റ് മോഡ് ഷോട്ട്സ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ കാര്യം പറയുമ്പോഴും അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീഡിയോസ് ആണ്. നമുക്ക് മാക്സിമം 4K 60 ഫോട്ടോസിനായാലും അല്ലെങ്കിൽ വീഡിയോസിനായാലും പോലും നല്ല എക്സ്പീരിയൻസ് ആണ് ഈ നോട്ട് 10 ലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാൻ നേരത്ത്, അതായത് ഒരു 32 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f2.2 ആണ്. എന്നിട്ട് നമ്മളൊരു ഇൻഡോർ ഷോട്ട്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്മൂത്തനിങ് ഉണ്ട്. പണ്ടത്തെ സാംസങ് ഫോൺ വെച്ച് എടുക്കുന്ന സെൽഫീസ് എന്നൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷേ ഔട്ട്ഡോർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഏറ്റവും കൂടുതൽ കണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഷോട്ട്സിൽ നിന്നാണ്.
അപ്പോൾ അതും ഈ പ്രൊസറിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം ഈ പ്രൊസറിന് വേറെ ഡ്രോബാക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിക്കകത്താണ്. ഇവിടെ ഒരു വലിയ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 4 ടൈം കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂറേ ഉള്ളൂ, അതും ഈ എക്സിനോസ് പ്രൊസർ ആയതുകൊണ്ടാണ്. പിന്നെ ഈ ചാർജിങ് സൈഡിനകത്ത് ഒരു കാര്യം കൂടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, നമുക്ക് 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ വയർലെസ് ചാർജിങ് ഇല്ല. അതുപോലെ തന്നെ ഈ ഫോണിന് ഒരു തരത്തിലുള്ള വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗും ഇല്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ അൺലോക്കിംഗ് മെത്തേഡ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, അതൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. പക്ഷേ നമുക്ക് സാംപ്രോൺ സ്പീക്കർ എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്പീക്കറാണ്, അത്യാവശ്യം ലൗഡ്നെസ്സും ഉണ്ട്. പക്ഷേ ഇത് എളുപ്പത്തിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ കവർ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ കവർ ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടൻറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇയർ പീസിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഇതിൻ്റെ ഇയർ പീസ് നല്ലൊരു ഇയർ പീസാണ്, അപ്പോൾ കോൾസിനൊക്കെ പെർഫെക്റ്റ് ആണ്. ഇനി അവസാനം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. ഇവിടെ ഉള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ്, അത് 1UI 2.1 ആണ് വരുന്നത്. അതിനകത്ത് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഒക്കെ അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കംപ്ലയിൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ പ്രസന്റ്ലി സോഫ്റ്റ്വെയർ സപ്പോർട്ട് അതിൽ നിന്ന് ഈ നോട്ട് 10 ലൈറ്റിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോട്ട് സീരീസ് ഫോണിനുള്ള ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ പോലും ഇതൊരു പെർഫെക്റ്റ് ആയ നോട്ട് സീരീസ് ഫോണല്ല. അത് അങ്ങനെ ആവാനുള്ള കാരണം ഇവിടെ ബാക്ക് മെറ്റീരിയൽ ഗ്ലാസ് ആവാത്തതൊന്നുമല്ല, അതിന് പകരമോ അല്ലെങ്കിൽ 855 ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ എക്സ്പീരിയൻസ് ചെയ്തൊരു ഫോണായി മാറിയനെ. പക്ഷെ അങ്ങനെ വരാൻ നേരത്ത് ഈ ഫോണിന് ഒരുപാട് ഹൈലൈറ്റ് വന്നതിനെ, അപ്പോൾ അവരുടെ മെയിൻ നോട്ട് സീരീസിന് അത്ര അട്രാക്ഷൻ കിട്ടത്തില്ല. അതും ഈ നോട്ട് 10 ലൈറ്റ് എന്ന് പറഞ്ഞ ഫോൺ എനിക്ക് തോന്നിയിരിക്കുന്നത് സാംസങ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഒരു ലൈറ്റ് യൂസർ അല്ലെങ്കിൽ ഒരു ആവറേജ് യൂസറിന് ഒരു നോട്ട് സീരീസ് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അങ്ങനത്തെ യൂസേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ യൂസേഴ്സിനെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ക്യാമറ കൊള്ളാം, ഡിസ്പ്ലേ നല്ലതാണ്, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കിട്ടുന്ന S Pen എന്ന് പറയുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു S Pen ആണ്. പിന്നെ ഇവിടുത്തെ ബാറ്ററി വലുതായതുകൊണ്ട് തന്നെ ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ ബാറ്ററി ലൈഫിനകത്ത് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇതൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ പെർഫോമൻസിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് പറയുന്നതിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്കൊരു നോട്ട് 10 എക്സ്പീരിയൻസ് കിട്ടത്തില്ലെങ്കിലും ഒരു നോട്ട് സീരീസിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു നോട്ട് സീരീസ് വേണമായിരുന്നു, നിങ്ങളൊരു ആവറേജ് യൂസറാണ്, നിങ്ങൾക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ നോട്ട് 10 ലൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു ഗെയിമറോ അല്ലെങ്കിൽ ഒരു ഹെവി യൂസറോ ആണെങ്കിലോ ഒരിക്കലും ഇത് എടുക്കരുത്. അതിന് പകരം നിങ്ങൾക്ക് വേറെ ഒരുപാട് നല്ല ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട്. സാംസങ്ങിൻ്റെ ഉണ്ട്, അതുകൂടാതെ OnePlus ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിലേക്ക് പോകണമെങ്കിൽ ആപ്പിളിൻ്റെ ഫോൺസും ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.